കലാഭവൻ മണിക്ക് ഒരു സ്മാരകം അത് കുറെ കാലങ്ങളായിട്ടുള്ള ഒരു ആവശ്യമാണ് അല്ലെ. ഇപ്പൊ 9 വർഷമാകുന്നു. പക്ഷേ ഈ സ്മാരകം ഇതുവരെയായിട്ടും തറക്കല്ല് പോലും ഇട്ടിട്ടില്ല എന്നുള്ളതാണ്. സ്ഥലമേറ്റെടുപ്പും ടെൻഡർ നടപടിയും പൂർത്തിയായെങ്കിലും നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങിയില്ല. വീണ്ടും ഒരു ഓർമ്മദിനം കൂടി എത്തിയതോടെ രാഷ്ട്രീയ വിവാദം കൂടിയാവുകയാണ് കലാഭവൻ മണി സ്മാരകം. ഇപ്പോഴും ആ സ്മാരകം പേപ്പറിൽ തന്നെയാണ്. കലാഭവൻ മണിയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന ചാലക്കുടിയിലേക്ക് ഓരോ ദിവസവും ഒഴുകിയെത്തുന്നത് നിരവധി പേരാണ്. ഓർമ്മ ദിനമായ ഇന്നും ഇന്നലെയും കലാഭവൻ മണി പിതാവിന്റെ പേരിൽ സ്ഥാപിച്ച രാമൻ കലാഗൃഹത്തിലേക്ക് എത്തുന്നവരുടെ മുഖത്ത് കണ്ണീരുണ്ടായിരുന്നു. കലാഭവൻ മണിയുടെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി പ്രിയ നടന്റെ ഓർമ്മകളിൽ അലിയുകയാണ് പലരും. മലയാള സിനിമയ്ക്കുള്ളൊരു നഷ്ടമല്ല, കേരളത്തിൽ കലാപരമായിട്ട് എല്ലാ രംഗത്തിലുള്ളൊരു വലിയൊരു നഷ്ടമാണ് അമ്മാവൻ്റെ മരണം. ഞങ്ങൾ കുടുംബക്കാർ അതിലേറെ ദുഃഖിക്കുന്ന കുറച്ച് കുടുംബക്കാരാണ് ഞങ്ങൾ. കലാഭവൻ മണിയുടെ ഓർമ്മകളിലാണ് ഇന്നും ജീവിക്കുന്നതെന്ന് കുടുംബാംഗങ്ങൾ. കലാഭവൻ മണിയോടുള്ള ആദരസൂചകമായാണ് ചാലക്കുടിയിൽ സ്മാരകമൊരുക്കാൻ തീരുമാനിച്ചത്. സ്ഥലമേറ്റെടുത്ത സാംസ്കാരിക വകുപ്പിന് കൈമാറി. 3 കോടി രൂപ അനുവദിച്ച ടെൻഡർ നടപടിയും പൂർത്തിയായി. പക്ഷേ ഇതുവരെയും സ്മാരകത്തിന് തറക്കല്ലിടാൻ പോലും ആയില്ല. സ്മാരക നിർമ്മാണം വേഗത്തിലാക്കണമെന്ന ആവശ്യമാണ് കുടുംബാംഗങ്ങളും നാട്ടുകാരും ഉയർത്തുന്നത്. ആക്ച്വലി ആ സ്മാരകം സർക്കാർ പ്രഖ്യാപിച്ചൊരു സ്മാരകമാണ്. അത് കലാഭവൻ മണി കുടുംബ ട്രസ്റ്റിൻ്റെ പേരിൽ, കുന്നിശ്ശേരി ട്രസ്റ്റിൻ്റെ പേരിൽ നമ്മൾക്കത് അതിൽ കൂടുതൽ ഇടപെടാനായിട്ട് നമ്മൾക്ക് പറ്റില്ല. നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നു, അത് എത്രയും പെട്ടെന്ന് വരട്ടെ, അതാണ് നമ്മുടെ ആഗ്രഹം. അതേസമയം സ്മാരകത്തെ ചൊല്ലി രാഷ്ട്രീയവും വിവാദവും ശക്തമാണ്. ചാലക്കുടി MLA സനീഷ് ജോസഫ് ബോധപൂർവം പദ്ധതി വൈകിപ്പിക്കുന്നു എന്നാണ് LDF ആരോപണം. എന്നാൽ ഇടതനുഭാവിയായ കലാഭവൻ മണിയെ LDF വഞ്ചിച്ചു എന്ന ആരോപണമാണ് MLA ഉയർത്തുന്നത്. 24 തൃശൂർ.